വിഷുവിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടത് മേശപ്പുത്തിരി പടക്കം നിലച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് സാധനങ്ങളാണ് ഞങ്ങൾ കത്തിച്ച് വെച്ചത്. ഇപ്രാവശ്യം സിദ്ധികാക്ക നാട്ടിലുണ്ടായിരുന്നു, അപ്പോൾ കാക്കാൻ്റെ വകയും കുറച്ച് കിട്ടിയിട്ടോ. എല്ലാ പ്രാവശ്യം വിഷുവിന് ഈ വക ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്ന അർഷാക്കുമാണ്. അർഷാക്കുൻ്റെ വക ഉണ്ടായിരുന്നൊക്കെ ഞങ്ങൾ 2 ദിവസം മുന്നേ പൊട്ടിച്ച് തീർത്തു. പിന്നെ നമ്മുടെ ഇവിടെ എളാപ്പാൻ്റെ കുട്ടികളും മുത്തച്ഛന്മാരുടെ കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എൻ്റെ ബർത്ത്ഡേക്കും കൂടിയാണല്ലോ എല്ലാവരും പടക്കം പൊട്ടിക്കണത്. ലോകം മൊത്തം പടക്കം പൊട്ടി ആഘോഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മെയിനായി നടക്കും മായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. അല്ലാതെ നമ്മൾ ആഘോഷിക്കാത്ത സങ്കടം ഞാൻ അങ്ങനെ തീർക്കും. കല്യാണത്തിന് മുന്നേ ഇപ്പാൻ്റെ വക എല്ലാ ബർത്ത്ഡേക്കും ഇല്ലേ ഒരു ബോക്സ് മിഠായി ഇട്ടു കേട്ടോ. അത് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും കൊടുക്കേണ്ട ആ വക പ്രശ്നമൊന്നുമില്ല. വീടിൻ്റെ 4 പേരുള്ള കുട്ടികൾക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് ഞാൻ തന്നെ ഇരുന്നങ്ങ് തിന്നും. അങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ആ ഒരു ചടങ്ങ് മുടങ്ങിയത്. പക്ഷേ പിന്നെ അത് ബർത്ത്ഡേക്കൊന്നും വലിയ വിലയൊന്നുമില്ല കേട്ടോ. എനിക്ക് ആഘോഷിച്ചാലും വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ പിന്നെ അത് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അങ്ങനെ വിഷുവും അത് ബർത്ത്ഡേയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അന്ന് 3 ദിവസം മദ്രസ ഇല്ല. അപ്പം പിന്നെ വീട്ടിലേക്ക് പോകുന്നത് മസ്റ്റാണല്ലോ. അങ്ങനെ അതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര റെഡി ആയിട്ടൊരു മെനയാണല്ലോ കേട്ടോ. ഭയങ്കര ചൂടൊക്കെ ഒലിച്ചു പോവുകയാണ് പൗഡർ ഇട്ടതൊക്കെ. അങ്ങനെ ഞാനിത് എൻ്റെ ബാഗും കവറും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നും കുറച്ച് സാധനങ്ങളെ ഞാൻ കൊണ്ടുപോകുള്ളൂ. ഇനി തിരിച്ചു വരുമ്പോൾ കുറേ ഉണ്ടാവും. ഞാൻ മാറ്റി റെഡി ആയിട്ട് വർഷാക്കുന്ന ഒരു മെയിൻറ്റും ഇല്ല കേട്ടോ. ചിപ്സും ചായ തിന്നുകൊണ്ടിരിക്കണം. എനിക്ക് കണ്ടപ്പോൾ ഈറയൊക്കെ വന്നു. പിന്നെ ഇപ്പം എന്താ ചെയ്യല്ലേ, ഓല തന്നെ വേണ്ടേ കൊണ്ടാക്കാൻ. അങ്ങനെ ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞാൻ വർഷാക്കും ഹൈസും കൂടെ പോകുന്നുണ്ടോ. ഞാൻ ഇതൊക്കെ രാവിലെ തന്നെ നേരത്തെ അവിടെ പോയിട്ടുണ്ട്. എല്ലാവരും പാടെ സ്കൂട്ടിമ്മ കൊള്ളൂല ഗൈസ്. വീട്ടിലെത്തിയപ്പോൾ വീട്ടിലാരുമില്ല കേട്ടോ. ഉമ്മയും കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോയിക്കണു. മൂത്തമ്മ ഉണ്ടായിരുന്നു. മൂത്തമ്മ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തന്നു. അവിടെ ഇവിടെയും തപ്പിത്തരട്ടെ ഞാൻ കുറച്ച് മിച്ചറൊക്കെ എടുത്തിട്ടോ. വേറെ ഒന്നും ഈ വീട്ടിൽ കാണുന്നില്ല. അവിടെ കിടന്ന് ഉരുളേൻ്റെ ബാക്കി ഹൈസ് ഇവിടെ കിടന്ന് ഉരുളുണ്ട് കേട്ടോ. ഓനിക്ക് നിലത്തെ പുള്ളി വരയ്ക്കാൻ കിട്ടാത്ത ഈറായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അതിങ്ങനെ മാന്തി ഇതെന്താ കിട്ടാത്തതെന്നൊക്കെ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഹൈസുവിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ പോയിട്ടോ. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നൊക്കെ വേണ്ടി പോയതാണ്. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാല് പോലും ഇല്ല ഗൈസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ. എനിക്കാണെങ്കിൽ കട്ടനെ അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. അങ്ങനെ എനിക്കൊന്നും തിന്നാൻ കിട്ടിയില്ല. ഐസു ഞാൻ കോരൊക്കെ വരക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഷാക്കിർ വന്നിട്ടോ. ഇവ വന്നാലുള്ള എന്തെങ്കിലും തിന്നാൻ കിട്ടുക. അങ്ങനെ ഓനോ എനിക്ക് ഐറ്റംസുമായിട്ടാണ് വന്നത്. ഒരു പൊറോട്ട റോള്, ഒരു പഴംപൊരി, പിന്നെ സമൂസ ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ചു, വെള്ളവും കുടിച്ചു. അതേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ സയാനും ഇസുമ്മയും വന്നത്. ഓല് അനിയത്ര വീട്ടിൽ പോയിക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വിശപ്പ് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഷാക്കറും കൂടെ ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാനും ഓനും പോവും, അല്ലെങ്കിൽ ഷാഹി ഓനൊക്കെ പോവുക കേട്ടോ, അല്ലെങ്കിൽ ഓനും ഉമ്മയൊക്കെ പോവും. ഇന്നിപ്പോൾ ഞങ്ങളാണ് പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കേസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.